ഹായ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഓട്ടോകാഡ് 2023 എങ്ങനെയാണ് ക്ലാസിക് വർക്ക് സ്പേസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഓട്ടോകാഡ് ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ഇതിൽ ആദ്യമായിട്ട് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും കമാൻഡ് ലൈൻ. ഈ കമാൻഡ് ലൈൻ നിങ്ങൾക്കിവിടെ വേണ്ട എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ Ctrl+9 എന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഡു യു വാണ്ട് ക്ലോസ് ദ കമാൻഡ് ലൈൻ വിൻഡോ എന്നത്, അത് യെസ് കൊടുക്കുക. അത് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ Ctrl+9 തന്നെ പ്രസ് ചെയ്താൽ മതി, അതവിടെ വരുന്നതായിരിക്കും. ഞാനത് ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഈ റിബൺ, അതായത് ഈ മുകളിൽ കാണുന്ന ഇത് ഒഴിവാക്കണം. അതിനുവേണ്ടി ഞാൻ റിബൺ ക്ലോസ് എന്ന് ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ കൊടുക്കുന്നു. അത് ക്ലോസ് ആയി കഴിഞ്ഞു. അതിനുശേഷം മെനു ബാർ എന്ന് ടൈപ്പ് ചെയ്യുക. മെനു ബാർ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കുക. ഇപ്പോൾ അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അത് 1 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഇവിടെ വന്നതായിട്ട് കാണാൻ പറ്റും. ഇനി നമുക്ക് ആവശ്യമുള്ള ടൂൾ ബാറുകൾ ഇങ്ങോട്ട് എടുക്കണം. അതിനുവേണ്ടി മൈനസ്, പ്രത്യേകം ശ്രദ്ധിക്കുക, മൈനസ് ടൂൾ ബാർ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൂൾ ബാർ ആണോ ആവശ്യം, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടൂൾ ബാർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഡ്രോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു, എൻ്റർ കൊടുക്കുന്നു. ഷോ എന്ന് കാണിക്കും, അതും എൻ്റർ കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ടൂൾ ബാർ വന്നതായിട്ട് കാണാൻ പറ്റും. അതിനുശേഷം ഈ ടൂൾ ബാറിൽ റൈറ്റ് ബട്ടൺ അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ടൂൾ ബാറുകൾ ഓരോന്നോരോന്നായി സെലക്ട് ചെയ്യാം. ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു എനിക്ക് ആവശ്യമുള്ളതെല്ലാം. ഇപ്പോൾ ലെയർ സെലക്ട് ചെയ്തു. അതിനുശേഷം പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ താഴെ വന്ന് സ്റ്റൈൽസ് സെലക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആവശ്യം, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ അതിനുശേഷം വന്നിട്ട് സ്റ്റാൻഡേർഡ് എനിക്ക് ആവശ്യമുണ്ട്, അത് സെലക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആവശ്യം നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ. അതിനുശേഷം ഇവിടെ ഞാൻ ഓപ്ഷൻസ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ ഇവിടെ കാണാൻ പറ്റും ഡിസ്പ്ലേ ഫയൽ ടാബ്സ് എന്നത്. അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്യാം. അപ്പോൾ ഈ ഫയൽ ടാബ്സ് ഇവിടെ ഇതുപോലെ കാണിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ വെക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് അത് ഓഫും ചെയ്യാം. ഓക്കെ. അതിനുശേഷം 3D മോഡലിങ്ങിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഡിസ്പ്ലേ ദ വ്യൂ ക്യൂബിന് അടിയിലായിക്കൊണ്ട് 2D വയർ ഫ്രെയിം വിഷ്വൽ സ്റ്റൈൽ, അത് ഈ കാണുന്ന ഇതാണത്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വെക്കാം, ആവശ്യമില്ല എങ്കിൽ ഇവിടെ 2D വയർ ഫ്രെയിം വിഷ്വൽ സ്റ്റൈൽ എന്നത് ക്ലോസ് ചെയ്യുക. അത് പോയി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഡിസ്പ്ലേ ദ വ്യൂ പോർട്ട് കൺട്രോൾസ്, ഈ കാണുന്നതാണത്. അതും നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓഫ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ക്ലാസിക് വർക്ക് സ്പേസിൻ്റെ ഏകദേശം നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇവിടെ ആയിക്കഴിഞ്ഞു. ഈ ടൂൾ ബാർ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് എന്തൊക്കെയാണോ ആവശ്യം, ഡയമെൻഷൻസ് വേണമെങ്കിൽ അത് എന്തൊക്കെയാണോ നിങ്ങളുടെ ആവശ്യം അതെല്ലാം ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഓർഗനൈസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങളെ ആവശ്യം അനുസരിച്ചും ഓർഗനൈസ് ചെയ്തതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷം സേവ് ആസ് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ പേര് എന്താണോ അത് കൊടുക്കുക. ഞാൻ R1 എന്ന് കൊടുക്കുന്നു, സേവ് കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ഓട്ടോകാഡ് 2023 ക്ലാസിക് വർക്ക് സ്പേസ് സെറ്റ് ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾ ഓട്ടോകാഡ് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ വർക്ക് സ്പേസിലായിരിക്കും ഓപ്പൺ ആവുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്ക് വേണ്ടി
ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.